ഹലോ മൈ ഡിയർ ഗൈസ്. അപ്പൊ നമ്മളെ പാർട്ട് 3 സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ നിന്ന് ഏകദേശം നമ്മൾ 3 മാസമായിട്ട് റെസ്റ്റ് എടുത്തുക്കണു. കാരണം അത്രയും നമ്മൾ ടയർഡ് ആയിരുന്നു. ഒരു മാസം തീരെ വയ്യ. അങ്ങനെ നമുക്ക് ഫോണും കൂടി നേരെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല ഗ്ലൂക്കോസ് ആയിട്ട് ഛർദ്ദിക്കുന്നു. ആ ഒരു മാസം അത് തന്നെയാണ് കഷ്ടം. പിന്നെ നമ്മൾ ഒന്ന് ഇമ്പ്രൂവ് ആയി വന്ന് രണ്ടാമത്തെ മാസം നമുക്ക് ഏകദേശം ലെവലായി. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങണമെന്നുണ്ടാവും. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. മഞ്ഞപ്പത്തായതുകൊണ്ട് വിടൂല. മഞ്ഞപ്പത്തിന് കൊണ്ട് നല്ല കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വിടൂല. അപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് സമയം കളയാൻ വേണ്ടിയിട്ട് ചെയ്യണം. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കണ കാരണം ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ലൈവ് സ്ട്രീമിങ് തുടങ്ങി. അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ലൈവ് സ്ട്രീമിങ് തുടങ്ങിയത്. ആദ്യം നമ്മൾ ലൈവ് സ്ട്രീമിങ് തുടങ്ങി. നമ്മൾ ഫേസും കാര്യങ്ങളൊന്നും കാണിക്കാതെ നമ്മൾ ലൈവ് സ്ട്രീമിങ് തുടങ്ങിയത്. അപ്പോൾ വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ 3 മാസം കഴിഞ്ഞേക്ക് ഞാൻ ഫസ്റ്റ് വ്ളോഗ് ഇടുന്ന ദിവസം അന്ന് ഞാൻ ലൈവ് ഇട്ടുക്കണു. ഈ ഫസ്റ്റ് വ്ളോഗ് ഇടുന്ന ദിവസം നമ്മൾ ഫേസ് കാണിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ ലൈവ് ഇട്ടപ്പോൾ എനിക്ക് വ്ളോഗിന് അത്യാവശ്യം റീച്ച് കയറി. 10K റീച്ച് കയറി. ഞാൻ ഫേസ് ഇടാതെ തന്നെ 10K റീച്ച് കയറി. അപ്പോൾ നമുക്ക് നല്ല ത്വര വന്നു. കാരണം നമുക്കൊരു ഇതുണ്ടാവില്ല എന്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫേസും കൂടി ഇട്ടാൽ നമുക്കൊന്നുകൂടി കിട്ടുമെന്നുള്ളൊരു ഇതിൽ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഫേസ് ഇട്ടിട്ടൊരു വ്ളോഗ് ഇട്ടു. ആണെങ്കിൽ നല്ലോണം കത്തി കയറി. ഏകദേശം 6 ലക്ഷം അടുത്ത് നമ്മൾ ആ വ്ളോഗ് ഇട്ടിട്ട് 2-3 ദിവസം കൊണ്ട് തന്നെ ആയി. അപ്പം നമുക്ക് വീണ്ടും 7 ലക്ഷം അപ്പം അത്ര ആൾ കണ്ടു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇതുവരെ നമ്മൾ അത്ര ആൾ കണ്ടല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പം നമുക്കുള്ള അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ പാടായിട്ട് നമ്മൾ പിന്നെ വ്ളോഗിങ് ഒക്കെ സെറ്റായി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഇടാന്നുള്ളൊരു മൈൻഡൊക്കെ പാടെ വന്നു. കാരണം നമുക്ക് 6 ലക്ഷം കണ്ടു പറയുമ്പോൾ നമുക്ക് അത്ര ഇതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഈ വ്ളോഗിങ് തുടർത്തുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ല. ഈ 2 മാസം റെസ്റ്റ് ആയപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കി ചെക്ക് ചെയ്ത് പഠിച്ച കാര്യമാണ് ഈ എഡിറ്റിങ്. സത്യം പറയാം, എനിക്ക് എഡിറ്റിങ് ഒരു വർഷം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ പഠിച്ചെടുത്താണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ എന്നാലും ഞാൻ പക്കാ എഡിറ്ററാണെന്നൊന്നും ഞാൻ പറയില്ല. ഒരു ചെറുതായി നമ്മളെ വ്ളോഗ് എഡിറ്റ് ചെയ്യാനുള്ളൊരു ബേസിക്കായിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ നമുക്കറിയാം. അല്ലാതെ നമ്മൾ ഹൈ ലെവൽ എഡിറ്ററാന്നൊന്നും ഞാൻ പറയണില്ല. പിന്നെ നമ്മൾ വ്ളോഗ് ഇടുന്ന ടൈമിൽ തന്നെ നമ്മൾ ലൈവ് ബാക്ക് കൂടി കൊണ്ടുപോയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഞാൻ ലൈവ് നിർത്താനുള്ള കാരണം ഞാൻ ഫസ്റ്റ് വ്ളോഗ് ഇട്ട് എനിക്ക് മഞ്ഞപ്പിത്തം മാറിയിട്ട് ഫസ്റ്റ് വ്ളോഗ് ഇട്ട് അന്ന് ഞാൻ ഫേസ് കാണിച്ചില്ലായിരുന്നില്ല. അന്ന് ഞാൻ വൈകുന്നേരമാണ് ഫേസ് കാണിച്ചിട്ട് ലൈവ് ഇട്ട്. അപ്പം അന്നാണെങ്കിൽ നമ്മളെ ലൈവ് ക്ലിയർ അല്ലേനു. അത് സൗണ്ടും കാര്യങ്ങളൊന്നും ക്ലിയർ അല്ലേനു. അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റി വന്ന് കമൻറ്റ് ഇട്ടു. സെലിബ്രിറ്റി ആരാ എന്താന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബാക്കി പിന്നെ